ഈ ലോകത്തൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബഹുമാനം അവൻ ആലിമാവുക എന്നതാണ്. നുബൂവത്തിന് ശേഷം ഭൂമിയിൽ ഒരാൾക്കും അതിന്റെ തൊട്ട് താഴെ അല്ലാഹു തആല ആലിം എന്നല്ലാത്തൊരു സ്ഥാനം കൊടുക്കണില്ല എന്നാണ്. അൽ ആലിമു നബിയ്യുൻ ലം യൂഹ ഇലൈഹി എന്ന് വരെ വാക്കുകൾ കാണാം. വഹി നൽകപ്പെടാത്ത നുബൂവത്തിന്റെ തൊട്ടടുത്ത് പാർക്കുന്ന ആളാണ് ആലിം. വഹിയും കൂടി ഉണ്ടെങ്കിൽ നബിയായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. അതാണ് ആലിം. ഈ ആലിമിനാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ സ്വർഗത്ത് പോകുന്നത് ആലിമിനെ സ്നേഹിച്ചും സേവനം ചെയ്തുമാണ്. അതുകൊണ്ടാണ് ഹദീസായും പറയപ്പെടുന്ന, അറിയപ്പെടുന്ന, രേഖപ്പെടുത്തപ്പെടുന്ന ഒരു വാക്കാണ് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ ഫലാ തകുനിൽ ഖാമിസ. ഒന്നുകിൽ ആലിമാവുക, അല്ലെങ്കിൽ മുതഅല്ലിമാവുക, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരാവുക, അവർ പറയുന്നത് ബദ്ധശ്രദ്ധരായി ഉൾക്കൊള്ളുന്നവരാവുക. ഫലാ തകുനിൽ ഖാമിസ. അഞ്ചാമത്തെ പട്ടികയിൽ നീ പെട്ടുപോകല്ലേ, അത് അപകടത്തിന്റെ പട്ടികയാണ്, പരാജയത്തിന്റെ പട്ടികയാണ്, അപായ സിഗ്നലുള്ള പട്ടികയാണ്, ദൗർഭാഗ്യത്തിന്റെ പട്ടികയാണ്. ആതാ റബ്ബുൽ ആലമീൻ അഹദൻ ശൈഅൻ ബഅദ അൻ-നുബുവ്വ അഫ്ളല മിനൽ ഇൽമി. നുബൂവത്തിന് ശേഷം ഒരു മനുഷ്യൻ അല്ലാഹു ഇൽമിനേക്കാൾ വലിയൊരു പവർ കൊടുക്കണില്ല എന്നാണ്. ഇൽമിന്റെ കിരീടം കിട്ടിയവനാണ് ലോകത്തെ ഏറ്റവും വലിയ രാജാവ്. അല്ലാഹുമ്മ, അവനാണ് ഏറ്റവും വലിയ രാജാവ്. ആ മലിക്കിനേക്കാൾ, ആ രാജാവിനേക്കാൾ മേലെ ഭൗതികമായ ഒരു രാജാവുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കേരളത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ മഹാന്മാരെ നമ്മൾ പറയുകയാണ്, പരാമർശിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, അവരെ മേലിൽ ദുആ ചെയ്യുകയാണ്, അന്നദാനം നടത്തുകയാണ്. അതിന് നമ്മൾ ഉറൂസ് എന്ന് പറയുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പോലീസുകാരനെ ഏറ്റെടുക്കാറുണ്ടോ? മരിച്ചുപോയ കച്ചവടക്കാരൻ്റെത് നടത്താറുണ്ടോ? മരിച്ചുപോയ എഞ്ചിനീയറുടേത് നടത്താറുണ്ടോ? ശാസ്ത്രജ്ഞന്റേത് നടത്താറുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ ആലിമ് ജനങ്ങൾ മണ്ണിലേക്ക് താഴ്ത്തിയിട്ട് കല്ല് വെച്ച് മണ്ണിട്ട് മൂടിപ്പോന്നാലും ജനങ്ങളുടെ ഓർമ്മയുടെ ഓളത്തില് ആലിമ് മറമാടപ്പെടുന്നില്ല, പ്രോജ്വലിച്ച് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹമൂദ് മുസ്ലിയാർ നിങ്ങളുടെ കൃത്തടത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. മഹമൂദ് മുസ്ലിയാരുടെ പ്രത്യേകത എന്താണ്? മഹമൂദ് മുസ്ലിയാർ വലിയ പണമുള്ള ആളായിരുന്നോ? ആരോഗ്യമുള്ള ആളായിരുന്നോ? വലിയ ബിസിനസ്മാനായിരുന്നോ? മഹമൂദ് മുസ്ലിയാർ ഭൗതികമായ മേൽവിലാസത്തിലൂടെ കത്തി നിന്നിരുന്ന ആളായിരുന്നോ? മഹമൂദ് മുസ്ലിയാർ എഞ്ചിനീയർ ആയിരുന്നോ? ഒരിക്കലും അല്ല. അദ്ദേഹം ഡോക്ടറല്ല, ഭൗതിക സമ്പന്നനല്ല, ഭൗതിക വിജ്ഞാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ആളുമല്ല. അദ്ദേഹം മെലിഞ്ഞ കുറിയ ഒരു മനുഷ്യനായിരുന്നോ? ഹൈറ്റ് കുറവുള്ള, വെയിറ്റ് കുറവുള്ള ഒരു മനുഷ്യനായിരുന്നോ? പഴമയുടെ പ്രതാപത്തിലൂടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നോ? പക്ഷേ ആ മഹമൂദ് മുസ്ലിയാർ വിടവാങ്ങിയപ്പോൾ അവരെ കുറിച്ച് കട്ടിയുള്ള പുസ്തകങ്ങൾ ഇറങ്ങുകയാണ്.
പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ജലാന്തരമായ കണ്ണോടെ നാട്ടുകാര് പ്രാർത്ഥിക്കുകയാണ്. അവരെ പറയാൻ നാട്ടുകാരിൽ പലർക്കും 1000 നാക്കുകളാണ്, ശിഷ്യന്മാർക്ക് മൂർച്ചയുള്ള വാക്കുകളാ. എന്താണ് മഹ്മൂദ് മുസ്ലിയാരുടെ പ്രത്യേകത? മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉത്കൃഷ്ടനാക്കാൻ ഖൈർ തീരുമാനിച്ചാൽ യജ്അൽഹു ആലിമാ, അവനെ മതത്തിൽ പണ്ഡിതനാക്കുന്നതാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ ഒന്ന് ഉറക്ക ചൊല്ലിക്കേ. നല്ല മോനെ ഉറക്ക അങ്ങനെ ചെല്ല മോനെ. മുഹമ്മദ് മുസ്തഫ النبي حاضرون اعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ആളിപ്പടർന്ന് ഈ റജബിന്റെ 4ാമത്തെ രാവിന്റെ സൗന്ദര്യമായി സൗഭാഗ്യമായി ഗിഫ്റ്റായി ഈ സ്വർഗീയ ഭൂമികയിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവൾ വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ സാന്ദർഭികമായ ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാമെന്ന് ചൊല്ലുമോ? പെണ്ണുങ്ങൾ വളരെ പതുക്കെയാണ് വേണ്ടത്, ആണുങ്ങൾ ഇത്തിരി ശബ്ദത്തിലാണ് ചൊല്ലേണ്ടത്. വ്യാധികളോട്, ആദികളോട്, രോഗങ്ങളോട്, ദുരിതങ്ങളോട്, ദുരന്തങ്ങളോട്, പ്രയാസങ്ങളോട്, കടങ്ങളോട്, ശത്രുക്കളോട്, മാരണങ്ങളോട്, മാരക രോഗങ്ങളോട്, മാറാവ്യാധികളോട്, ഏഷണി ഭീഷണിയോട്, അപമാന നിന്ദ പരിഹാസ പരാജയത്തോട്, പ്രതിസന്ധികളോട് വിട പറയാ നമുക്ക് മദീന അണയാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ റബ്ബേ. മഹ്മൂദ് മുസ്ലിയാരുടെ പവിത്ര ഹദ്റത്തിലേക്ക് മുത്തിന്റെ സ്വലാത്തിന്റെ സവാബിനെ നീ എത്തിച്ച് അവരുടെ ദുആയും മദദും ഞങ്ങൾക്ക് വാങ്ങിത്തരണേ അല്ലാഹ്. റജബിന്റെ ഗിഫ്റ്റായി പരിപാടിയെയും സലാത്തിനെയും പ്രാർത്ഥനയെയും സംഭാവനയെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന മഹ്മൂദ് മുസ്ലിയാരുടെ പേരില് ആംബുലൻസിന്റെ പദ്ധതിയുണ്ട്, മറ്റനേകം പദ്ധതികളുണ്ട്. എല്ലാം നീ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. അതിലേക്കൊക്കെ കാശ് തന്ന് സഹായിക്കുന്ന സഹകരിക്കുന്നവരുണ്ട്. അവർ എത്രയാണോ തന്നത്, ഇനി എത്രയാണോ തരുന്നത്, അതിന്റെ 10 മടങ്ങ് സമ്പൽ സമൃദ്ധി ഈ ദുനിയാവിൽ അവർക്ക് നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. മാനഖസത്ത് സ്വതക്കത്തും മിമ്മാൽ, സ്വതക്ക ഒരിക്കലും സമ്പത്തിന് കുറക്കൂല എന്ന് അവർക്ക് അനുഭവതലത്തിൽ ബോധ്യപ്പെടുത്തണേ അല്ലാഹ്. എത്രയാണോ ഓരോ ആളുകൾ തരുന്നത്, അതിന്റെ 10 മടങ്ങ് ഹലാലായ സമ്പത്ത് അവർക്ക് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. തന്നവർക്ക് തരുന്നവർക്ക് ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അറ്റാക്ക് ക്യാൻസറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്
കാത്ത് രക്ഷിക്കണേ അല്ലാ. തരുന്നത് ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളാണെങ്കിൽ പ്രവാസ ലോകത്തെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ അല്ലാ. പഠിതാക്കളാണെങ്കിൽ ഗ്രാഹ്യശേഷി കൊടുക്കണേ അല്ലാ. അധ്യാപകന്മാരാണെങ്കിൽ മികവ് നൽകണേ അല്ലാ. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ നാട്ടിൽ ഖൈറും അഭിവൃദ്ധിയും ഉയർച്ചയും നൽകണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹ സദസ്സ് അല്ലാഹു നാളെ സ്വർഗീയ സംഗമത്തിനുള്ള സബബായി സ്വീകരിക്കട്ടെ. ഒന്നാമീൻ പറയും, ചിലപ്പോൾ ഇന്ന് മരിച്ചുകൂടായില്ല, നല്ല മനസ്സ് വെച്ച് ആമീൻ പറഞ്ഞാളി. മരണം എപ്പോഴാന്ന് പറയാൻ പറ്റൂല. ഇനി നമ്മളെ മുമ്പിൽ ഉറപ്പുള്ളൊരു കാര്യം മരണം മാത്രമാണ്, മറ്റുള്ളൊക്കെ സംശയമാണ്. ഞാൻ വാള് പൂർത്തിയാക്കോ? സംശയമാണ്. അങ്ങനെ തന്നെയല്ലേ അല്ലേ? എന്താ നിങ്ങൾക്ക് ഉറപ്പില്ലേ? സംശയമാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് പൂർത്തിയാക്കോ? സംശയമാണ്. ഇതിൽ കല്യാണം കേൾക്കാൻ ആഗ്രഹിച്ചവരുണ്ടാവും, പുതിയാപ്പിളർങ്ങോ? സംശയമാണ്. ഇതിൽ ബിരുദം എടുക്കാൻ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ബിരുദം എടുക്കോ? സംശയമാണ്. ഡോക്ടറേറ്റിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഡോക്ടറാവോ? സംശയമാണ്. പോലീസുകാരനാവാൻ പഠിക്കുന്ന ആളുകളുണ്ടാവും, പോലീസുകാരനാവോ? സംശയമാണ്. ഗൾഫിക്ക് പോകാൻ തീരുമാനിച്ച ആളുകളുണ്ടാവും, ഗൾഫിക്ക് എത്തുവോ? സംശയമാണ്. പക്ഷേ മരിക്കോ? സംശയമാണ്. അങ്ങനെ ഉണ്ടോ? ഡോക്ടർ ആവാം, ആവാതിരിക്കാം. എഞ്ചിനീയർ ആവാം, ആവാതിരിക്കാം. പോലീസുകാരനാവാം, ആവാതിരിക്കാം. ഡ്രൈവർ ആവാം, ആവാതിരിക്കാം. ഗൾഫിക്ക് പോവാം, പോവാതിരിക്കാം. മരിക്കാതിരിക്കാം. പറയാൻ പറ്റുമോ? എന്നാ പിന്നെ അതിനു വേണ്ടി ഒരുങ്ങണോന്റെ പേരാണ് ബുദ്ധിമാൻ. അതാണ് മുഹമ്മദ് മുസ്ലിയാരുടെ പ്രത്യേകത. മൂപ്പർക്കായി തലയെ കയറി. അപ്പൊ ദുന്യാവിനാണ്ട് തലാക്കല്ല. മരണോ അതിന്റെ ശേഷമുള്ള ജീവിതമാണ് ജീവിതം എന്ന് ആ മഹാമനുഷ്യന്റെ തലയേക്കാണ്ട് കയറി. അപ്പൊ അതാണ് തൊലാക്കല്ലേ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തലഖുദ് ദുനിയ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ വലമ്മ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജത്തൻ വത്തഖദൂ സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫനാ. ചില ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ട്. ആരാ ബുദ്ധിയുള്ളവര്? അറിയങ്ങള് നമ്മളെന്താ മനസ്സിലാക്കി? ബുദ്ധിയുള്ളവര് തന്നെ പൈസ എങ്ങനെ എണ്ണുന്ന ആളെന്നോ? അല്ല. ഞാനിപ്പോ ബുദ്ധിയുള്ള ആൾക്ക് ഈ വാച്ച് കൊടുക്കാൻ നേർച്ച ആക്കിയാല് ആ നേർച്ച വീണെങ്കിൽ ദുന്യാവിനെ തലാക്കല്ലേ ഒരു ആലിമിനോട് കൊടുക്കണം. ഈ വാച്ച് ഈ സദസ്സിൽ ബുദ്ധിയുള്ള ആൾക്ക് കൊടുക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്താൽ ഇത് ആർക്ക് കൊടുക്കണം എന്നറിയോ? ഇത് പോലീസുകാരനും എഞ്ചിനീയറിനും ശാസ്ത്രജ്ഞനും കൊടുത്താൽ നേർച്ച വിടൂല. ദുന്യാവിനെ പുറംകാലം കൊണ്ട് തട്ടിയിട്ട് പടച്ചോനെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുണ്ടാവും, അയാൾ കൊണ്ട് കൊടുക്കണം, എന്നാലേ നേർച്ച വിടുള്ളൂ. അതാണ് ബുദ്ധിയുള്ള ആള്. ഇനി ചിന്തിക്കാൻ, ഞാൻ നിങ്ങളും മണ്ടൂസുകളാണ് ബുദ്ധിയുള്ളവരാണെന്ന് ചിന്തിക്കുക. ഇതിങ്ങനെ പോക്കറ്റിൽ വന്നാൽ വലിയ ആളായെന്നാ ചിലര് മനസ്സിലാക്കിയത്. കാക്ക മൂക്കിൽ പഞ്ഞു വരണേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഈ ഞൊട്ടലിൻ്റെത് മൂക്കിൽ പഞ്ഞു വരെ ആ സമയം വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് മക്കളാണ് തിരിച്ചു പോകും. പിന്നെ കബറിലുള്ളത് നമ്മളും അമലും മാത്രമാണ്. അതുകൊണ്ട് ഇതിന്റെ പേരിലൊന്നും ആരും മേപ്പെട്ട് കയറാൻ നിൽക്കണ്ട. ബഹുമാനപ്പെട്ട ശൈഖുന മുഹമ്മദ് മുസ്ലിയാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമി അറിയാതെ നടന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് അർത്ഥം കണ്ടിട്ടുണ്ട്. പതുങ്ങി അടക്കമുള്ള ഒരു ഉറുമ്പിനെ പോലും കൊല്ലൂല. ഈ നടത്തണ്ടല്ലോ, ഇത് വലിയ ഗുണമില്ല. അത് തീയുമെന്നുണ്ടായതാണ്. കാരണം തീ നമ്മൾ കത്തിച്ചിട്ട് എങ്ങനെ പിടിച്ചാലും മേപ്പെട്ടേക്ക് വരുള്ളൂ. അതിന് വന്നാണ് ഇബിലീസ്. അതുകൊണ്ട് അവൻ മേപ്പെട്ടേക്ക് പോയത്. പറഞ്ഞപ്പോഴേ തീന്ന് വന്നോ മേപ്പെട്ട് കയറി. പ്രകാശം അങ്ങനെയല്ല, താഴത്തേക്കും പോവും. അവര് നേരെ സുജൂദുക്കും പോയി. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, ഫന്തം ഫീഡിച്ചാൽ ഫജ്റാമോ പൊട്ട. മഹമൂദ് മുസ്ലിയാരുടെ മുഖത്തുള്ള കണ്ണ് മാത്രമല്ല തുറന്നത്, അവരുടെ കൽബിന്റെ കണ്ണ് തുറന്ന മഹാനാണ്.
വാഖിയാത്തിൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം പുറത്ത് കുറച്ച് കാലങ്ങളിലൊക്കെ ദർസ് നടത്തി. അള്ളാഹു വരക്കൽ തങ്ങൾക്ക് നൽകിയ വലിയ കറാമത്തിന്റെ പ്രസ്ഥാനമായ സമസ്തക്ക് വേണ്ടി മുശാവറ മെമ്പറായി ഖിദ്മത്ത് ചെയ്തു. അതേസമയം സ്വന്തം നാട്ടിൽ 4 പതിറ്റാണ്ടോളം നിഷ്കപടമായി, നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, തഖ്വയോടെ നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി. എത്രയോ ശിഷ്യന്മാര് പടുകൂറ്റൻ പണ്ഡിതന്മാരായി. ആ ശിഷ്യന്മാരായ ഉലമാഇന്റെ സ്വാലിഹീങ്ങളുടെ അകമ്പടിയോട് അവർ ഖബറിലേക്ക് പോയി. ഇപ്പോഴും നാട്ടുകാരായ നിങ്ങൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബിയുനാ റസൂലുള്ളാഹി. ഇതിനേക്കാളും വലിയ പവർ എന്താ ഉള്ളത്? രാജാവല്ലേ മുഹമ്മദ് മുസ്ലിയാർ? അവരല്ലേ രാജ. മറ്റേ ഭരണം തന്നെ 5 കൊല്ലം കൂടുമ്പോ മാറുന്നല്ലേ. ഞാനൊരിക്കൽ സ്ഥലത്ത് വാല് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അപ്പൊ ഉണ്ടൊരു മനുഷ്യൻ വരണേ, പടച്ച തമ്പുരാനെ, ഞാൻ വാലിന്റെ ഇടയിൽ തന്നെ കോരി തെരിച്ചു പോയി. കാരണം ഒരു ചാറ്റൽ മഴയുണ്ട്, വലിയ പന്തലാണ് എന്റെ വാലിൽ. അതിന്റെ ഉള്ളിൽ ഇയാള് വരികയാണ്. പക്ഷെ ഇടയിലൊക്കെ കുറെ ആളുകളുണ്ട്, ആരും മാറി കൊടുക്കണമൊന്നുമില്ല. ഈ വരുന്ന ആളെ എന്റെ ആ സദസ്സക്ക് വരുന്നതിന്റെ ഒരു 6-7 കൊല്ലം മുമ്പ് കേരളത്തിലൂടെ റോട്ടിൽ കൂടി പോകണമെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ ഒരു 500-600 ആൾക്കാർ സൈഡിൽ നിന്ന്. അന്ന് മന്ത്രിയായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇപ്പൊ അയാളെ വിദ്യാഭ്യാസ മന്ത്രിയല്ലോ ഒന്നുമല്ല. അപ്പൊ അയാള് ചാറ്റൽ മഴ കൊണ്ടിട്ട് ആൾക്കാർ മാറി കൊടുക്കാത്തോണ്ട് കുടുങ്ങിയിട്ട് സ്റ്റേജിൽ കയറാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയണേ, നമ്മളെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വരുന്നുണ്ട്, അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാനുള്ള സൗകര്യം ഒന്ന് ചെയ്തു കൊടുത്താലെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊന്ന് മാറിയിട്ട് ആളുകൾ കയറിയത്. ആൾക്കാരെ ആള് തടുത്തല്ല കേട്ടോ, ശ്രദ്ധിക്കണില്ല. ആർക്കപ്പൊ ശ്രദ്ധിക്കാന്? ഈ മനുഷ്യന്മാർ തന്നെയാണ് ഇയാളെ കാണുമ്പോ റോഡ് സൈഡില് എത്തിപ്പാളിയൊക്കെ ഒന്ന് മുഖം ഒന്ന് കാണാൻ വേണ്ടിട്ട്. കാരണം അന്ന് കറങ്ങണ ലൈറ്റ് ഉണ്ടായിരുന്നു കാർമല്. ഇപ്പൊ കാർമ ഇല്ല, അത്രേ ഉള്ളൂ. എന്നാ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ കാർമ കറങ്ങണ ലൈറ്റ് കൊണ്ട് കിട്ടണാണോ? പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ 5 കൊല്ലാണോ 500 കൊല്ലാണോ? നമ്മൾ ഷാഫി ഇമാമിനെ ബഹുമാനിക്കുന്നു, ഊറ്റം കൊള്ളുന്നു, ആവേശം കൊള്ളുന്നു. എത്ര കാലായി അവർ ദുനിയാവിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഇന്നും ജനഹൃദയങ്ങളിൽ അവർ സ്ഥിരപ്രതിഷ്ഠയല്ലേ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആവേശം കൊള്ളുന്നവരാണ്. അഹ്മദ് ഇബ്നു ഹംബലിന്റെ പേരിൽ ആവേശം കൊള്ളുന്നവരാണ്. ഇമാം ബുഖാരിയുടെ പേരിൽ റളിയല്ലാഹു അൻഹു ആവേശം കൊള്ളുന്നവരാണ്. സിഹാഉ സിത്തയുടെ എല്ലാ മുഅല്ലിഫീങ്ങളൊന്നും മാത്രമല്ല, ലോകത്തുള്ള പടുകൂറ്റൻ പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കള്, അത് ഖുതുബുൽ അഖ്താബ് ആകട്ടെ, സുൽത്താനുൽ ആരിഫീൻ ആകട്ടെ, സുൽത്താനുൽ ഹിന്ദാകട്ടെ, മമ്പുറം തങ്ങളാകട്ടെ, അബ്ദുറഹ്മാനിൽ ഐദ്രൂസിൽ ദുഫ്ന ഫീ ഫുന്നാനിയാകട്ടെ, ഉമർ ഖാദിയാകട്ടെ, വരക്കൽ തങ്ങളാകട്ടെ, പാങ്ങിൽ ഉസ്താദാകട്ടെ, വാണിയമ്പല ഉസ്താദാകട്ടെ, പറവണ്ണ ഉസ്താദാകട്ടെ, അബ്ദുൽ വാരി ഉസ്താദാകട്ടെ, ബഷീർ ഉസ്താദാകട്ടെ, CH ഉസ്താദോ, KK ഉസ്താദോ, KV ഉസ്താദോ, KT ഉസ്താദോ, നാട്ടിക ഉസ്താദോ ആകട്ടെ, പണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകട്ടെ, വലിയുള്ളാഹി ശംസുൽ ഉലമയാകട്ടെ, കണ്ണിയത്ത് ഉസ്താദാകട്ടെ, എന്നും നമ്മുടെ കൽബില് ഓജസ്സായി, തേജസ്സായി, ആവേശമായി തുടികെട്ടുന്നത് അവർ 5 കൊല്ലത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തു എന്നതിന്റെ പേരിലല്ല, കറങ്ങുന്ന കാറിൽ പോയി എന്നതിന്റെ പേരിലല്ല, പാണ്ഡിത്യത്തിന്റെ പേരിലാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബിയുനാ റസൂലുള്ളാഹി. ഇത് ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം. 8-9 കുട്ടികൾ ഉണ്ടായിട്ടേ ഒന്നിനെങ്കിലും ഒരു ആലിമാക്കിക്കോളി. മയ്യത്ത് സ്കരിക്കാൻ ആളുണ്ടാവും, അല്ലെങ്കിലോ മണ്ണ് വാരിയിട്ടിട്ട് പോകാനേ ആളുണ്ടാവുള്ളൂ. 3 വട്ടം വാരിയിടും, ഓല് പൊടിയും തട്ടിയാണ്ട് പോകും, പിന്നെ ആ വൈക്ക് വരൂല.
8-9 കുട്ടികളുണ്ടായിട്ട് ഒരൊറ്റൊന്നിനെ തലയിൽ നിസ്കരിക്കുമ്പോൾ ഒരു തൊപ്പി നടുവിലിടാൻ പറ്റുന്ന ബോധമുള്ളവനാക്കിയിട്ടില്ലെങ്കിൽ കാക്ക ഈ ഒന്നാഴ്ച ഉണ്ടാക്കി കൂട്ടിയതിന് എന്ത് നേട്ടമുള്ളത്? പുഴുക്കൾക്ക് തിന്നാൻ കുറച്ച് അന്നായി എന്നല്ലാതെ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാ. മൂക്കിൽ പഞ്ഞി വരുന്നത് വരെ ക്ഷണികമായ നൈമിഷികമായ ഇക്കിളി ലോകത്ത് ചാടിക്കളിക്കാനുള്ള പോക്കറ്റിലുള്ള പണത്തിന്റെ പേരില് അഹന്ത നടിക്കുന്നതിന് പകരം എക്കാലത്തും സുഖവാസ കേന്ദ്രത്തിൽ സുരക്ഷിതനായി കഴിയാ മുത്തുനബിയുടെ അനന്തര സ്വത്തായ വിജ്ഞാനത്തെ കൈവല്യമാക്കാൻ മഹമൂദ് ഉസ്താദിന്റെ അനുസ്മരണ ചടങ്ങില് പ്രഥമമായി എന്നോടും പിന്നീട് നിങ്ങളോടും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സാന്ദർഭികമായി ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾക്കുള്ള ഇൽമെങ്കിലും കൈവശപ്പെടുത്താൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ. സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കോളി. റജബ് മാസം മുത്തനബി 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയ മാസം. മുത്തനബിക്ക് അള്ളാഹു സമുന്നതമായ ഔന്നത്യത്തിന്റെ പട്ടം കെട്ടിക്കൊടുത്ത രാത്രി അടങ്ങിയ മാസമാണ് ഈ മാസം. റജബി എന്ന വാക്ക് പോലെ അത്ഭുതമാണ്. റാവ് കൊണ്ടാ തുടങ്ങുന്നത്. അള്ളാന്റെ റഹ്മത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. റഹ്മത്തിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ, ഇബാദത്തിലല്ല. നമ്മുടെ അവലംബം പടച്ചോന്റെ ഔദാര്യത്തിലാണ്, നമ്മുടെ ഇബാദത്തിലല്ല. അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നോർക്ക തെർലിയത്തില്ലിക്കോളി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയാണ്, നാളെ മഹ്ശർ വൻസഭയില് പടച്ചവൻ ഒരു വിളംബരം നടത്തി എന്നിരിക്കട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പൊയ്ക്കോ, ഒരാള് മാത്രം നരകത്തിൽ പോകട്ടെ എന്ന് റബ്ബങ്ങ് പറഞ്ഞാൽ ആ നരകത്തിൽ പോവാൻ പറഞ്ഞ ഒരാള് ഞാനായിരിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഇത് പറഞ്ഞു പേടിച്ച് കരഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, എല്ലാവരും നരകത്തിൽ പോകട്ടെ, ഒരാള് മാത്രം സ്വർഗത്തിൽ പോകട്ടെ എന്ന് പറഞ്ഞാലും അത് ഞാനായിരിക്കാമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം അൽ ഈമാനു ബൈനർ റജാഇ വൽ ഖൗഫി നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് ഈമാൻ. പേടിന്റെയും പ്രതീക്ഷന്റെ ഇടയിലാണ്. പേടി വേണം, പ്രതീക്ഷ വേണം. പേടി മാത്രമല്ല, അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തും എന്നൊരു പ്രതീക്ഷ വേണം. പടച്ചോനെ എന്നെ അദാബിലാക്കോ എന്നൊരു ബേജാറും വേണം. സഹാബാക്കളൊക്കെ ഈ അവസ്ഥയിൽ കഴിഞ്ഞവരാണ്. നമ്മൾ ഖത്താബ് ഒരിക്കലേ സ്വാഹിബ് അസ്റാറി റസൂലില്ലാഹ് അബൂ ഹുദൈഫ റളിയല്ലാഹു പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുദൈഫ തങ്ങളോട് മുത്തനബി പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മദീനയിൽ ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ, ആരൊക്കെയാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ആരൊക്കെയാണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കും നരകത്ത് പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട് മദീനയിൽ. എങ്ങനെ? പള്ളിയിൽ വന്ന് നിസ്കരിക്കും, 1-ാം സഫിൽ ഉണ്ടാവും, നരകത്തിന്റെ അടിയിലുണ്ടാവും. ഇങ്ങനത്തെ ആളുകളെ മുത്തനബിക്ക് കൃത്യമായിട്ട് അറിയാം. അത് അബൂ ഹുദൈഫ തങ്ങൾക്ക് മുസ്തഫ നബി കൈമാറിയിരുന്നു ആ രഹസ്യ വിവരം. ഖത്താബ് എന്ത് ചെയ്തു? അബൂ ഹുദൈഫ തങ്ങളടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അബൂ ഹുദൈഫ, നിങ്ങൾക്ക് മുസ്തഫ നബി മദീനയിൽ നിന്ന് നരകത്തിൽ പോകുന്ന കപടന്മാരുടെ പേരും അവരുടെ പട്ടികയും പരിചയപ്പെടുത്തിയിട്ടില്ലേ? ആ പേര് വിവരം എനിക്കൊന്ന് നൽകുമോ? അപ്പൊ അബൂ ഹുദൈഫ പറഞ്ഞു, അത് രഹസ്യമാണല്ലോ ഉമറെ, തരാൻ പറ്റൂലല്ലോ.
മദീനയിൽ നിന്ന് നരകത്ത് പോകുന്ന കപടന്മാരുടെ പേര് മുസ്തഫ നബി എനിക്ക് നൽകിയ രഹസ്യ വിജ്ഞാനല്ലേ, അത് കൈമാറാൻ പറ്റില്ലല്ലോ എന്നാണ്. അപ്പൊ അമ്മൽ ഖത്താബ് പറഞ്ഞു, എനിക്ക് ആ പേരിന്റെ ലിസ്റ്റ് കിട്ടല്ല വേണ്ടത്, പിന്നെ എനിക്കറിയേണ്ട ഒന്ന് മാത്രാണ്, ആ പേരുകളുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരുണ്ടോ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ബേജാറ് നോക്കാണ് നിങ്ങള്. മുസ്തഫ നബി മദീന പള്ളിന്ന് മിമ്പറിന്റെ അടുത്ത് വെച്ചിട്ട് സ്വർഗത്തിന്റെ ടോക്കാണ്ട് കൊടുത്ത ആള്, അത് വാങ്ങിയ ആളാണ് ഉമർ ഖത്താബ്. മുസ്തഫ നബിന്റെ കൈകൊണ്ട് സ്വർഗത്തിന്റെ താക്കോല് മസ്ജിദുൻ നബവിന്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് താക്കോല് വാങ്ങുന്ന പ്രതീകാണത്. സ്വർഗത്തിൽ ഉമർ പോകുന്ന മുത്തുനബി നേരിട്ട് പറഞ്ഞു എന്ന് മാത്രല്ല, മിറാജ് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊട്ടാരം ഞാൻ കണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഖത്താബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഉമർ ഖത്താബ് രഹസ്യജ്ഞാനം ഏൽപ്പിക്കപ്പെട്ട അബൂ ഹുദൈഫ തങ്ങളുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, ഞാന് നിങ്ങളോട് എനിക്ക് ലിസ്റ്റ് തരാൻ വേണ്ടി പറഞ്ഞല്ല, മദീനയിൽ നിന്ന് മരിച്ചുപോയ നരകത്ത് പോണ ആൾക്കാരുടെ പട്ടികയിൽ ഈ പാവപ്പെട്ട എന്റെ പേരുണ്ടോന്ന് വെച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് ശ്വാസം വിട്ടത്. എങ്ങനെയുണ്ട്? അപ്പൊ ചോദിച്ചു, നിങ്ങളെ നോട്ടത്തിൽ എന്റെ അടുത്ത് വല്ല കുഴപ്പമുണ്ടോന്ന് വെച്ച്. എന്താണ് അവരൊക്കെ ഈമാന്? നിങ്ങളെ നോട്ടത്തിൽ എന്റെ ജീവിതത്തിൽ നിങ്ങൾ വീഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് മഹാനവറുകൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞത്, ഞാൻ ഒരിക്കൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഉമറേ, നിങ്ങൾ ഭക്ഷണത്തില് 2 കൂട്ടാന് സംഘടിപ്പിച്ചത് ഞാൻ കണ്ടിരിക്കുന്നു ഉമറേ. പരലോകം തലയിൽ കയറിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര സുഭിക്ഷമായി കഴിക്കുക എന്ന് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ചെറിയ വീഴ്ചയായി നിങ്ങളുടെ പൊസിഷനോട് യോജിച്ചതല്ല എന്ന് ഞാൻ ഉണർത്തുകയാണ്. അതിനുശേഷം അവര് 2 കൂട്ടാനിൽ ഇരുന്നിട്ടില്ല. അവരൊക്കെ പേടിങ്ങൾ നോക്കാണേ. ഞമ്മക്ക് ഈമാന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബേജാറുണ്ടോ? ഇപ്പൊ ഈ സാഹസിൽ ഇപ്പൊ ദ്വാരക്കായി എഴുത്ത് തരികയാണെങ്കിൽ 100 ലിസ്റ്റ് കിട്ടിയാൽ എന്തൊക്കെ അതിലുണ്ടാവുക? സുഖപ്രസവത്തിന് ദ്വാരക്കണം ഉസ്താദെ 10,000 റുപ്യ, ഓപ്പറേഷൻ സുഖാൻ ദ്വാരക്കണം 5,000 റുപ്യ, കാലുവേദന മാറാൻ ദ്വാരക്കണം 200 റുപ്യ, തലവേദന മാറാൻ ദ്വാരക്കണം 1,500 റുപ്യ, വീട് പണി പൂർത്തിയാൻ ദ്വാരക്കണം 2,000 റുപ്യ, ഗൾഫിൽ വിസ കിട്ടാൻ ദ്വാരക്കണം 2,500 റുപ്യ, ഈമാനോടെ ദ്വാരക്കണം ഒരു 100 റുപ്യ. ആരും തരൂല. കാരണം അത് ഓർമ്മയിലില്ല. ഈ മരിക്കണ ഈമാൻ കിട്ടണതൊന്നും ഓർമ്മയിലൊന്നുമില്ല. പടച്ചോനെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിന്റെ താക്കോല് നേരെ വാങ്ങിയ ആളുകളുടെ അവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞത്. ഉമർ ഖത്താബിനെ മയ്യത്ത് ഒളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങോട്ടോ ഇവിടെ 2 കറുത്ത അടയാളം ഉണ്ടായിരുന്നു. അത് തുടച്ചിട്ട് പോണില്ല. കറുത്ത വര. എന്താ അറിയോ? പാതിരാവിൽ എണീറ്റ് പടച്ചോനെ പേടിച്ച് കരഞ്ഞ് കവിൾത്തടങ്ങളിൽ കറുത്ത അടയാളങ്ങൾ വന്നുപോയി. ആര്? കിസ്റാവിറക്കോ കൈസറും പണിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞിട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീനുമറല്ലോ ജനസേവക കുല്ലിമാമല്ലോ. ധീരാ വീരാ വില്ലാളി വീരാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു ഒരു ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. അപ്പൊ ഈ വാള് അനുസ്മരണ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാലേ മഹമൂദ് മുസ്ലിയാർ വഫാത്തായി എന്ന് പറയാനല്ല, നമ്മളും പോകുന്ന ഓർക്കാനാ. ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചും പറഞ്ഞല്ലോ. എന്തെന്നാ അദ്ദേഹത്തിന്റെ പേര് ഉസ്താദേ? ജാബിർ. സുബഹി നിസ്കരിച്ച് കിടന്നതാ. ക്യാൻസർ രോഗിയായിരുന്നോ? അല്ല. അപകടത്തിൽപ്പെട്ട ആളാണോ? അല്ല. നേരത്തെ അറ്റാക്ക് ഉണ്ടായിരുന്നു? ഇല്ല. പ്രായമുള്ള ആളാണോ? അല്ല. എന്താ ഉണ്ടായത്? സമയം വന്നു, വഫാത്തായി. പിടിച്ചൊക്കെ ആർക്കും കഴിയില്ല. ഒരു സംഘാടകർക്കും കഴിയില്ല, ഒരു ബന്ധുക്കൾക്കും കഴിയില്ല. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് അനൗൺസ് വരുമ്പോ
നിങ്ങളിൽ പലരും കണ്ണീര് തുടക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇത് ജാബിർ എന്ന കർമ്മോത്സകരായ ചെറുപ്പക്കാരന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടതല്ല. അദ്ദേഹത്തിന് ഇനി സക്കറാത്തിന്റെ പേടിയില്ല, ഖബറിന്റെ ആദ്യ രാത്രിയുടെ പേടിയില്ല. എന്നാൽ നമ്മുടെ മുമ്പിൽ ഇനി സക്കറാത്തിന്റെ പേടിയുണ്ട്. ജാബിറിന് ഇനി സക്കറാത്തിന്റെ വേദനയില്ല. പണ്ടൊരു സൂഫി സക്കറാത്തുൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ ഗസാലിമ ഉദ്ധരിച്ചാണ് വഫാത്താൻ കിടക്കുക സക്കറാത്തിന്റെ ഹാല ദിക്ർ ഇങ്ങനെ ശ്വാസത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഭാര്യ ഇങ്ങനെ കരയാണ്. അപ്പൊ ഈ മഹാനായ സൂഫി ചോദിച്ചു, എന്തിനാ കരയണോ ചോദിച്ചു. നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് കരയാണെന്ന് പറഞ്ഞു. എന്നാലേ എന്റെ ഈ അവസ്ഥ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കാലമായിട്ട് 40 കൊല്ലമായിട്ട് കരയുന്നുണ്ട്, രാത്രിയും പകലൊക്കെ. എനിക്ക് വേണമെങ്കിൽ നിന്റെ ആവശ്യത്തിന് കരഞ്ഞോ, എന്റെ ആവശ്യത്തിന് കരയണ്ട, ഞാൻ ചിരിച്ചിട്ടാണ് പോവാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാന് ഈ സമയം നന്നായി കിട്ടാൻ വേണ്ടി കരയാൻ തുടങ്ങിയിട്ട് 40 കൊല്ലായി. അർച്ചോനെ, ഞാൻ ഈ സമയം ഒന്ന് നന്നായി കിട്ടാൻ കരയാൻ തുടങ്ങിയിട്ട് കൊല്ലം 40ആയി. ഈ സമയം ഒന്ന് ചിരിച്ചു കിട്ടാൻ. പെണ്ണെ, നീ വേണമെങ്കിൽ നിനക്ക് കരഞ്ഞോ. ഫബ്കി അലാ നഫ്സികി, എന്റെ മേലിൽ കരയണ്ട. നീ വേണമെങ്കിൽ നിന്റെ മേല് കരഞ്ഞോ, എന്റെ മേല് കരയണ്ട. കാരണം ഞാൻ ഈ ദിവസം ഒന്ന് നന്നായി കിട്ടാൻ കരയാൻ തുടങ്ങിയിട്ട് 40 കൊല്ലായി. ഇനി ഇജി കരയുമ്പോ ഞാൻ ചിരിക്കുക ചെയ്യാ. നിനക്ക് വേണമെങ്കിൽ എന്റെ ആവശ്യത്തിന് കരഞ്ഞോ, എന്റെ ആവശ്യത്തിന് കരയണ്ട. എന്തൊരു ഒന്നൊന്നര പ്രസ്താവനയില്ല പറയണതൊക്കെ. നമുക്ക് മരിക്കാൻ കിടക്കുമ്പോ നമ്മളെ കുട്ടികൾ കരഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയുമോ? അതിനെന്താ നമ്മളെ കയ്യിൽ മുതലുള്ളത്? ഇത് പറയണമെങ്കിൽ എന്തെങ്കിലും വിഭവങ്ങൾ വേണ്ടേ? എന്താ ഉള്ളത്? കുറച്ച് വിത്തിനും മസാദും അല്ല. അതൊക്കെ തുറന്ന് പറയണമെങ്കിൽ കൽബിൽ കുറച്ച് കോളുണ്ടാണ്ടേ. ഗൗരവത്തിൽ ചിന്തിക്കണേ. നമ്മൾ നിലകൊള്ളുന്ന ഈ മാസം വൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു റജബ് 3-നാണ് വഫാത്തായത്. പാതിരാവായാൽ വൈസുൽ ഖറനി പറയുമായിരുന്നു, ഇത് എന്റെ റുകൂഇന്റെ രാത്രിയാ. ചില ദിവസം പറയും ഇതെന്റെ സുജൂദിന്റെ രാത്രിയാ. ചില ദിവസം പറയും ഇതെന്റെ സ്വതക്കയുടെ രാത്രിയാ. റുക്കൂഇന്റെ രാത്രിയാണെന്ന് പറഞ്ഞ രാത്രിയിൽ അവർ കുറെ ദീർഘമായ റുക്കൂയിൽ കഴിയുന്നതാണ്. സുജൂദിന്റെ രാത്രിയാണെന്ന് പറഞ്ഞ രാത്രിയിൽ മണിക്കൂറുകളോളം വൈസുൽ ഖറനി സുജൂദിൽ കിടക്കുമായിരുന്നു. സദഖയുടെ രാത്രിയാണെന്ന് പറഞ്ഞ രാത്രിയിൽ അവർ ചുറ്റുഭാഗത്തുള്ള പട്ടിണി പാവങ്ങളുടെ കുടിലുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാ, എന്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട്, കയ്യിലുള്ളത് മുഴുവനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ ശ്രദ്ധയിൽപ്പെടാതെ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചാൽ ഈ പാവപ്പെട്ട ഉവൈസിനെ നീ ശിക്ഷിക്കല്ല അല്ലാ എന്ന് പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ചവനോട് നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചിരുന്ന മഹാനാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു. അവരും ഈ സാസിൽ വരട്ടെ, അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം, നമ്മളും മരിക്കുന്നു ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ മാരിബിന്റെ ശൈത്യം തുടങ്ങിയാണ്, ഏകദേശം 11 മണിയായി, നിങ്ങൾ നീ ചോദിച്ചില്ല. എന്നാലും ചില ആളുകൾ മൂത്രമൊഴിക്കാനും ചിലപ്പം തിന്നാതെ വന്നിരിക്കുന്ന ആൾക്കാർ ഒരു വെള്ളം കുടിക്കാനൊക്കെ പോയില്ലേ. ഇതുപോലെ പറയുന്ന ഓരോരുത്തർ കബർക്ക് പോകും. ഈ കാലിയായ മാതിരി കിടന്നിരുന്ന കട്ടിൽ അങ്ങനെ കാലിയായി തുടങ്ങും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇന്ത്യച്ചോക നിങ്ങളെ പുരയിലൊക്കെ കണ്ടിരുന്ന എത്ര ആൾക്കാർ ഇപ്പൊ കട്ടിൽ കാലിയായിക്കാണ്. കസാര ഇരുന്ന് വെല്ലിപ്പുണ്ടല്ലോ എവിടെ? കാലും നീട്ടി സ്റ്റൂളും വരുന്നത് വെല്ലിപ്പുണ്ടല്ലോ എവിടെ? ആ സോഫ മരുന്നീന്ന് അമ്മായി ഉണ്ടല്ലോ എവിടെ? 2 തലയാണ് വേണം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടൂല എന്ന് പറഞ്ഞ മൂത്താപ്പുണ്ടല്ലോ എവിടെ? കട്ടിൽ സോഫ്റ്റായ ബെഡിൽ കിടന്നിട്ട് സ്പ്രിംഗ് ആക്ഷൻ ഉള്ള തലേണ വെച്ചു കൊടുത്തുമ്പോ അതുകൊണ്ട് ഇങ്ങനെ കിടന്നിരുന്ന ഒരാളില്ലേ, അയാൾ എവിടെ പോയി? ഹലോ കൂട്ടരെ, ഇനിയിപ്പൊ നിങ്ങളും നമ്മളൊക്കെ നാളെ എവിടെ? ഇന്നലെ മിന്നാന്നൊക്കെ കുറെ കബറ് കളിച്ചിട്ടുണ്ടാവും നിങ്ങളെ നാട്ടില്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
നിങ്ങൾ കബറ് കളക്കണമെന്നും കാണാനില്ലേ? ആരോടോ എന്നോട് ചെറിയ കുട്ടിയല്ലേ? ഞാൻ ഈ ഭാഗത്തൊക്കെ കുറച്ചു നേരം നിങ്ങൾ കൊണ്ടുണ്ട് കേട്ടോ. നല്ല കുട്ടികളാ. നിങ്ങൾ വലിയവരെ കണ്ടിട്ടില്ലേ കബറ് കളക്കണമൊക്കെ? എന്നാൽ നാളെ ഒരു കബറ് കളക്കും, അത് കാണാൻ നിങ്ങൾ ഉണ്ടാവില്ല. അതാണ് കാരണം, അത് നിങ്ങൾക്ക് വേണ്ടി കളക്കണതാണ്. ഈ കുട്ടികൾ നാളെ ഒരു കബറ് കളക്കോ കാണാൻ നിങ്ങൾ ഉണ്ടാവില്ല. അതിനു വേണ്ടി ഒരുങ്ങാനാണ് ഈ വാള്, അതിനു വേണ്ടി തീരുമാനം എടുക്കാനാണ് വാള്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ പറയും. മരണവുമായി ബന്ധപ്പെട്ട് 3 വിഭാഗമാണുള്ളത്. ഒന്ന് മുൻഹമിക്കാണ്, 2 തായിബാണ്, 3 ആരിഫാണ്. മുൻഹമിക്ക് എന്ന് പറഞ്ഞാൽ മരണം വെറുക്കും. കാരണം ദുനിയാവിൽ ജീവിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. ദുനിയാവിന്റെ മായത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്നവനാണ്. അവന് മരണം വെറുപ്പാട്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅ വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅ. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മുൻഹമിക്കങ്ങളിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മുൻഹമിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദുന്യാവിന്റെ അലച്ചയിൽ ആണ്ട് പൂണ്ടിട്ട് മരണം കണ്ട് വെറുപ്പുള്ള ആള്, അവര് നരകത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു പട്ടിക ഉണ്ട്, അവൾക്ക് തായിബ് എന്നാണ് ഗസാലിമാൻ പേരിട്ടത്. തായിബ്, ഓൽക്കും മരണത്തെ പേടിയുണ്ട്. കാരണം ഒരുങ്ങിയിട്ട് കണ്ട് ആയിട്ടില്ല. എന്നാലും ഓള് നരകത്തിലില്ല, നല്ലവരാണ്. കാരണം സാധനം കയ്യിലില്ലല്ലോ എന്നുള്ള ബേജാറിലാണ് പോമടി. ഓല് നല്ലവരാ. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ആരിഫ് എന്ന ഓലെ പറയാം. ഓൽക്ക് മരണം ഇങ്ങനെ പൂമാലയാണ്, കാത്തിരിക്കണം. എന്തെങ്ങോട്ട് വരാത്തത്? മരണമേ നീ എന്നെ മാടി വിളിച്ചു, കാമുകനായി ഞാൻ നിന്നിലയിച്ചു. സുബഹിന്റെ ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് മിനാരങ്ങളിൽ നിന്ന് കർണപുടങ്ങളിലേക്ക് ഉച്ചസ്ഥരം മുഴുകിയെത്തിയ ബാങ്കിന്റെ മന്ത്രധ്വനികൾക്ക് ജവാബ് നൽകിയിട്ട് തന്റെ റൂമിൽ പരിശുദ്ധമായ ഖുർആനിന്റെ നഞ്ചകമായ സൂറത്ത് യാസീൻ ഉച്ചസ്ഥരം പാരായണം ചെയ്യപ്പെട്ട് അതിന്റെ പരിസമാപ്തി കുറിച്ചപ്പോൾ മുഅദ്ദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഉച്ചത്തിൽ മറ്റുള്ളവർ കേൾക്കുമാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തടസ്സമില്ലാതെ ചിതറാതെ അടറാതെ പതറാതെ ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുവിന്റെ അനന്ത വിഹായസിലേക്ക് പുഞ്ചിരി തൂകി പാറിപ്പറന്ന വലിയുല്ലാഹി ശംസുൽ ഉലമാ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതൊരു പോക്കല്ലേ. നമ്മളൊക്കെ പോകുമ്പോ ഏത് കോലത്തിലായിരിക്കും പോവാ? നമ്മളെ നേതാക്കളൊക്കെ പോയ കോലം നോക്കാണ് നിങ്ങള്. ചില ആളുകൾ വേറെ ഉള്ളവരോട് ഓതാൻ പറഞ്ഞു. കോയക്കുട്ടി സാഹ് വഫാത്താണ് കുട്ടികളോട് പറയുന്നു അവർ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ദിക്റുകളൊക്കെ ഉറക്ക ചൊല്ലാൻ. റൂമിൽ ആ ദിക്റുകൾ ഇങ്ങനെ മുഴങ്ങുന്ന സമയത്ത് ഉസ്താദ് യാസീൻ സൂറത്തിനിടയിൽ സലാമും ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് കേട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ലോകത്തേക്ക് ഉസ്താദ് അവരുടെ വീട്ടിൽ നിന്ന് യാത്രയായത്. ഉസ്താദിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റായിരുന്നു സലാമും ഖൗലം മിർ റബ്ബിർ റഹീം, സലാമും ഖൗലം മിർ റബ്ബിർ റഹീം. നമ്മളൊക്കെ പോകുമ്പോ എന്ത് കേട്ടിട്ടാ പോവാ? മൊബൈല് കയ്യിലുള്ള കാലാണ്, ബട്ടൺ അമർത്തിയിട്ടുള്ള അരപ്പത്തരം മുഴുവനും കാണുന്ന കാലാണ്. ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള ഇതിലുണ്ട്. മുമ്പൊക്കെ ചെറുപ്പക്കാരായിരുന്നു സിനിമ കണ്ടിരുന്നത്, ഇപ്പൊ എല്ലാരും സിനിമ. മുമ്പൊക്കെ മമ്മൂട്ടി മോഹൻലാലായിരുന്നു നടന്മാര്, ഇപ്പൊ എല്ലാരും നടന്മാരാ. ഒരു താടി കണ്ട് വെച്ചിട്ട് ഇറങ്ങാൻ ഒരു മുണ്ടും കെട്ടി കണ്ട്. അങ്ങനെ കുറച്ച് നടന്മാര്, അവർക്കൊക്കെ കുറെ തൊള്ളയില് പല്ലില്ലാത്ത തന്താരും. സുബിയും കണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ട് തുറക്കുകയാണ്. ആ മാമുട്ടിയായ കുഞ്ഞാമുട്ടിയായ ചെടുക്കാ പോണേ, ഞാൻ എടുക്കാൻ പോണ്. ആ എന്റെ മോനെ ഇവിടെ ഇങ്ങനെ തൊള്ളയെ തോന്നിയ മുഴുവൻ പറഞ്ഞുകൊണ്ട് താടിയും കൊപ്പരയും തോളിലും മുണ്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ. അതിന്റെ ബാക്കിൽ ഒരുപാട് തന്താരും തള്ളാരും പറയുന്നത് ഇങ്ങനെ കണ്ട് തൊള്ള അങ്ങോട്ട് തുറന്ന റബ്ബർ വന്ന് കീറിയ മാതിരി എന്ന് ചിരിച്ച് ഇങ്ങനെ ഇരിക്കുക. സമയം അങ്ങനെ കഴിക്കുക. പഴയ കാലത്ത് ഇത്തരം പ്രായമുള്ള ആൾക്കാരുടെ കയ്യിൽ തസ്ബീഹിന്റെ മാലയായിരുന്നു. അവരെ കണ്ണിന് വെള്ളം ചാടിയിരുന്നു നരകം ഓർത്തിട്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വല അഖ്വാ അലാ നാരിൽ ജഹീമി
ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. പാതിരാവിന്റെ ഉള്ളറയിൽ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് പ്രായമുള്ള ഉമ്മമാര് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് മുഖമക്കന കൊണ്ട് തുടച്ച് ഗദ്ഗദ കണ്ടരായി ഉപ്പമാര് ഉമ്മമാര് പടച്ചോനോട് നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചിരുന്ന ബൈത്താണ് ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വല അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. പടച്ചവനേ, പാലാറ് വീഞ്ഞാറ് തേനാറ് കളകളാറവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിന് എനിക്ക് അവകാശമില്ല, അർഹതയില്ല. എന്നാൽ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ കടക്കാനുള്ള തൊലിക്കട്ടിയും എനിക്കില്ല. ഫഹബ്ലി തൗബ, എനിക്ക് തൗബ ചെയ്യാനുള്ള അവസരവും സൗഭാഗ്യം നൽകണേ റബ്ബേ. ഞാൻ ചെയ്യുന്ന തൗബ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് വീടുകളിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ഉമ്മമാരെവിടെ, ഉപ്പമാരെവിടെ? ആ സ്ഥാനത്ത് നിന്നുള്ളതോ ഗൗരവത്തിൽ ചിന്തിച്ച് നമ്മളൊന്ന് മാറണ്ടേ? നമ്മൾ ഇങ്ങനെ ആയ മതിയോ? ആ സ്ഥാനത്ത് ഇന്ന് കൊലായിലുള്ളത് ആരൊക്കെയാ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിന്റെ പടഹധ്വനി ഹൃത്തലത്തിൽ മുഴങ്ങണം. അതിനുവേണ്ടിയാണ് വഅദ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.